അൽഹംദുലില്ലാ, ചക്ക കൊണ്ടുള്ള ചക്കയുടെ പ്രഥമനും ചക്ക കൊണ്ടുള്ള അടയും ചക്ക കൊണ്ടുള്ള ഉന്നക്കായും ചക്ക കൊണ്ടുള്ള കിണ്ണത്തപ്പവും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ചക്ക കൊണ്ടുള്ള 4 ഐറ്റം ഉണ്ടാക്കാം. അതിനായി ചക്ക മുറിച്ച് അതിൻ്റെ പകുതി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ വെച്ചിരിക്കുകയാണ്. ആദ്യമായി നമുക്ക് ചക്ക കൊണ്ടുള്ള ഉന്നക്കായ തയ്യാറാക്കാം. അതിനായിട്ടൊരു ഇഡ്ഡലിക്കുട്ടി എടുത്തതിലേക്ക് ചക്ക ഇട്ട് കൊടുത്ത് നമുക്ക് ആവിയേറ്റി വേവിച്ചെടുക്കാം. ആവി കയറി വന്ന ചക്കയെ നമുക്ക് മിക്സിയിലിട്ട് ശർക്കരയും ചക്കയും മിക്സിയിലിട്ട് അടിച്ച് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് ഉരുളകളാക്കി നമുക്ക് എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. ഇനി നമുക്ക് ഇലയട തയ്യാറാക്കാം. അതിനായിട്ട് ഇല വാട്ടിയെടുത്ത് നമുക്ക് മാവ് തയ്യാറാക്കാം. മാവിനായി നമുക്ക് ചക്ക ഒരു മിക്സിയിലിട്ട് നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്ത് നമുക്കതിലേക്ക് അരിമാവ് ഇട്ട് കൊടുക്കുക. അരിമാവ് ഇട്ട് ഇളക്കി അധികം ലൂസ് നല്ല കട്ടിയില്ലാത്ത പരുവത്തിൽ എടുത്ത് നമുക്ക് ഇലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇലയുടെ മുകളിൽ നമുക്ക് ശർക്കരയും തേങ്ങയും ചക്കയും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് നല്ലപോലെ മടക്കി എടുത്ത് നമുക്ക് ഇഡ്ഡലി കുട്ടത്തിൽ വെച്ച് അടച്ചു വെച്ച് നമുക്ക് ആവിയേറ്റി വേവിച്ചെടുക്കാം. അപ്പോൾ ആവി കയറി വന്ന് ചക്കയുടെ ഇപ്പോൾ തയ്യാറായി വന്നിട്ടുണ്ട്. നമുക്കിനി കിണ്ണത്തപ്പം തയ്യാറാക്കി മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരിയും അതിനുകൂടി ചക്കയും ശർക്കരയും കൂടി ചേർത്ത് നമുക്ക് പാലും കൂടി ചേർത്ത് മിക്സിയിൽ അടിച്ച് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ പുരട്ടി തടവിയെടുത്ത് ഒരു പാത്രം ഇഡ്ഡലിക്കുട്ടത്തിൻ്റെ മുകളിൽ വെച്ച് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് അതിന് മുകളിൽ അണ്ടിപ്പഴിവും മുന്തിരിക്കയും വിതറി നമുക്ക് അടച്ചു വെച്ച് ആവിയിൽ നമുക്ക് കിണ്ണത്തപ്പം വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ചക്ക കൊണ്ടുള്ള ചക്കയുടെ പ്രഥമനും തയ്യാറാക്കാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ലിങ്ക് ഞാൻ ഇതിൻ്റെ ടാഗ് ചെയ്തിട്ടുണ്ട്. കാണേണ്ടവർ അതിൽ കയറി കാണാം.